ഹായ് ഫ്രണ്ട്സ്, രേണുസുതി ഇങ്ങനെ കൊത്തി വലിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അവസാനമായി രേണുസുതി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ്. അതെന്താണ് തീരുമാനം നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, ഫിറോസ് എന്ന് പറയുന്ന ആൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. കാരണം ഇപ്പം പറയുന്നില്ല, ആദ്യം പറഞ്ഞത് ഇപ്പം അദ്ദേഹം പറയുന്നതിന് ഒരു ന്യായമില്ലാത്ത കുറേ കാര്യങ്ങളാണ് നിരത്തുന്നത് കേട്ടോ. ആദ്യം അയാളെ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞു, പരസ്യമായി പറഞ്ഞു എന്നൊക്കെ അവരച്ഛൻ ഇളക്കി കാണിച്ചു, വീട് ഇളക്കി കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, അയാളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തെറിവിളിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമോ ഉണ്ടാകുമായിരുന്നോ? വെറുതെ ഓസിക്ക് കൊടുത്ത വീടാണല്ലോ എന്നും കരുതി തോന്നിവാസം പോലെ അങ്ങോട്ട് പണിതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ കഴിഞ്ഞ സംഭവം എന്ന് വിചാരിക്കാം. ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് അയാൾ തന്നെയാണ് വഴിതെളിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ഒരു മെസ്സേജ് ഇട്ടിട്ട്, ഒരു കമൻ്റ് ഇട്ടിട്ടാണ് അയാൾ തുടങ്ങിയത്. രേണുസുതിയെ കുറിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു തരണം പറഞ്ഞിട്ട്. പക്ഷേ അയാൾ പറയുന്നത് അതിലെ കണ്ടൻറ്റ്, വീഡിയോയിലെ കണ്ടൻറ്റ് എന്താണെന്ന് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വീഡിയോ കണ്ടൻറ്റ് അറിയാതെ ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു തരണം എന്ന് നമ്മൾ പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ ആ പറഞ്ഞത് അയാളുടെ മൊത്തം തെറ്റാണ് അയാൾ പറഞ്ഞത്. അയാളുടെ തെറ്റ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ രേണുസുതി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേരിലല്ല വീട്. സത്യം തന്നെയാണല്ലോ, രേണുസുതിയുടെ പേരിൽ ഇയാൾ എഴുതി കൊടുത്തിട്ടില്ല, മക്കളുടെ പേരിലാണ്. അഥവാ ഇനി ആ വീട്ടിൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം അതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്. അപ്പോൾ ഫിറോസ് ആയിരിക്കും ഇടിച്ചു കയറേണ്ട ആവശ്യമില്ല എന്ന് രേണുസുതി വ്യക്തമായി പറയുന്നുണ്ട്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ താമസിക്കില്ല, ഒരു രാത്രി പോലും അന്തിയുറങ്ങില്ല. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. രേണുസുതി വേറൊരാളെ കല്യാണം കഴിച്ച ഫിറോസ് തന്ന വീട്ടിൽ അന്തിയുറങ്ങുന്നത് ശരിയല്ല. അത് രേണുസുതി പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. രേണുസുതി എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? ഋതപ്പൻ 6 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരിലാണ് ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ സുധിച്ചേട്ടൻ്റെ മൂത്ത മോൻ്റെ പേരിലും ഋതപ്പൻ്റെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. മൂത്ത മോന് പ്രായപൂർത്തിയായി, അവന് വേണമെങ്കിൽ വീട് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പ്രായമായി അല്ലേ? പക്ഷെ ഋതപ്പനായിട്ടുണ്ടോ? ഇല്ല, അവൻ്റെ പേരിൽ ഇപ്പോഴും വീട് കിടക്കുകയാണ്. അവൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടും കാര്യമില്ല. അവൻ 18 വയസ്സ് കഴിയാതെ അവൻ്റെ തീരുമാനം മുഖവിലേക്ക് ആരും എടുക്കില്ല. അപ്പോൾ 18 വയസ്സായിട്ട് വേണം അവൻ പറയണമെങ്കിൽ എനിക്ക് ഈ വീട് വേണോ വേണ്ടതെന്ന്. അതുവരെ അവനോട് ജീവിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇവരെഴുതി കൊടുത്തതല്ലേ. എന്നാൽ പിന്നെ ആദ്യമേ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, നന്നായി അറിഞ്ഞ് ഒക്കെ വേണം കൊടുക്കാൻ. കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുതിത്താ എന്ന് പറയാൻ വേണ്ട. ആ കുട്ടിയുടെ അമ്മ കല്യാണം കഴിക്കുന്നതിന് ആ കുട്ടി എന്ത് പിഴച്ചു? അമ്മയുടെ ഭാവി സുരക്ഷിതമാക്കാം. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ ചിലപ്പോൾ മക്കൾ നോക്കിയെന്ന് വരില്ല. ചിലപ്പോൾ 2 മക്കളുണ്ടായാലും നോക്കിയെന്നില്ല. എത്രയോ തളരെ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? മക്കൾ നോക്കിയെന്ന് വരില്ല. നന്നായി പൊന്നുപോലെ വളർത്തിയ അച്ഛനമ്മേനും അവിടെ വലിച്ചെറിഞ്ഞ് പോകുന്ന മക്കളുണ്ട്. ഇനി പൊന്നുപോലെ വളർത്താതെ അവിടെ ഇവിടെയൊക്കെ മക്കളെ വലിച്ചെറിഞ്ഞ് ജീവിതം നല്ല സുഖിച്ച് അവസാന കാലഘട്ടത്തിൽ എൻ്റെ മക്കളെ നോക്കിയില്ല, ഞാൻ വൃദ്ധസദനത്തിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന തലരുണ്ട്. അവരതിന് അവർക്കത് നന്നായി എന്ന് എനിക്ക് പറയുള്ളൂ. കാരണം അവരവിടെ തന്നെ കിടക്കട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഈ സമയങ്ങളിൽ നമ്മൾ വൃദ്ധസദനത്തിൽ പോകാതെ നമുക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ ഈ സമയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, ആരോഗ്യമുള്ളപ്പോൾ അല്ലേ? അതാണ് രേണുസുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്കും അവനവനും വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് 6 വയസ്സായ മകനെ നോക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടാവില്ല വീട്ടിൽ? രേണുസുതിയില്ല. അപ്പം പിന്നെ ആരാണ് നോക്കേണ്ടത്? അവരച്ഛനമ്മയാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ അച്ഛനമ്മയും നോക്കുന്നുണ്ട്, മാന്യമായി നോക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്, അച്ഛനമ്മേനും കൂടി നോക്കണം അല്ലേ? എൻ്റെ മോനെ നന്നായി നോക്കുന്നുണ്ട്, എന്നെ നന്നായി നോക്കിയ അച്ഛനമ്മയാണ്. അപ്പോൾ അച്ഛനമ്മേനും കൂടി നോക്കണം. അപ്പോൾ മോൻ 6 വയസ്സായ കുട്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഇവരും നിൽക്കാൻ പറ്റുകയുള്ളൂ. അച്ഛനമ്മയും രേണുസുതിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിത്താ എന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമുണ്ട്? അവർ കല്യാണം കഴിക്കട്ടെ, അപ്പോഴല്ലേ ഇറങ്ങാൻ പറയേണ്ട ആവശ്യമുള്ളൂ. അവർ കല്യാണം കഴിക്കുമ്പോൾ ഒരു മാന്യമായ സ്ത്രീയാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ ഇറങ്ങും, അവിടെ നിന്ന് ഇറങ്ങും. രേണുസുതിയുടെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാട്ടോ ഇതിനെ ചൊല്ലിയിട്ട്. 1-2 വീഡിയോയിലൊക്കെ പ്രണയമുള്ളതൊക്കെ ഞാൻ ചിരിച്ചോണ്ട് സംസാരിക്കും. പിന്നെ പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പറയുന്നത് കേട്ടിട്ടാവാം. ഞാൻ വയ്യാണ്ടായി അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരൊക്കെയാണ് എനിക്ക് ചെലവിന് തരേണ്ടത്. കാരണം എല്ലാവർക്കും എന്താ പറയാ നോക്കണം. നമ്മള് സത്യം പറഞ്ഞ ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലായിരിക്കും നോക്കാം. മക്കളുടെ ലൈഫ് നോക്കും. അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോഴത്തേന് ഇവരായിരിക്കും എന്നെ വന്ന് നോക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നതാണ്. അതാവണം. അതുകൊണ്ടായിരിക്കില്ല അവരിങ്ങനെ വാശി പിടിക്കുന്നത്. എന്തിനാ കെട്ടായിരിക്കും
ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ കെട്ടാൻ പോകുന്നതൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, കെട്ടിയിട്ടുമില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴും കൊല്ലം സുധിച്ചേണ്ട വൈഫ് തന്നെയാണ് ഞാൻ. വന്നാൽ പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്താണ് ഞാൻ മനസ്സിലായത്. ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തും. പോരെ, അത് പോരെ, അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ. അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചാൽ ഞാൻ ആ വീട്ടില് ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ കേട്ടല്ലോ, ഫിറോസ്ക്ക് കേട്ടല്ലോ. ഇതാണ് പെണ്ണ്. ഇനിയെങ്കിലും ഈ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം കാര്യം നോക്കി ബിസിനസ് നോക്കി അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാണ് ഈ രേണുസുതിയെ കിടന്ന് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? അതെങ്ങനെയെങ്കിലും അതും ജീവിച്ചു പോട്ടെ, എല്ലാവരും നന്നായി ജീവിച്ചു പോട്ടെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു കണ്ണുകടി ഉള്ളവർക്ക് മാത്രം കേട്ടോ കണ്ണുകടി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിങ്ങനെ പരസ്യമായി നിന്ന് വിഴുപ്പലക്കാൻ നിൽക്കരുത്. അവർ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ, അവരെന്തോ ചെയ്യട്ടെ. അവർക്ക് ആരും ചെലവിന് കൊടുക്കുന്നില്ലല്ലോ. അവർ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ മക്കളെ നോക്കുന്നുണ്ട്, അച്ഛനമ്മനെ നോക്കുന്നുണ്ട്. ശരിക്കും അവരൊക്കെ ആലോചിച്ച് നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്. എത്രമാത്രം പൈസ അവർ എങ്ങനെ ഒരു ചീത്ത രീതിയിലൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരതിനുള്ള പേയ്മെൻറ്റ് മേടിക്കാതിരിക്കട്ടെ, എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ. ഇനിയെങ്കിലും ഇതുപോലെ കമൻ്റ് ഇറക്കി അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ.